ഹലോ ഗൈസ്, നമുക്കിന്ന് പാൻറ്റ് വെട്ടോ. ഞാനൊരു ചുരിദാർ വിറ്റ് വാങ്ങിനി. അപ്പോൾ അതിൻ്റെ പാൻറ്റ് അടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം വെട്ടോ. അപ്പോൾ വെട്ടണത് എങ്ങനെ കാണിച്ചാൽ, ഞാൻ പാൻറ്റിൻ്റെ ഇത് ശീലയാണ്. അപ്പോൾ പാൻറ്റിൻ്റെ ക്ലോത്ത് ഞാൻ ഇങ്ങനെ നടു ഞങ്ങളില്ലേ അങ്ങനെ സെൻറ്റർ മടക്കിയിട്ട് നമുക്ക് 4 പീസാക്കി നമുക്ക് പാൻറ്റ് വെട്ടാം. പിന്നെ നമുക്ക് വീതിയിൽ നമുക്ക് പാൻറ്റ് വെട്ടാം. അപ്പോൾ നമുക്കിത് പ്രിൻറ്റ് ഇവിടെയാണ് വരുന്നത്, ബോട്ടത്തിൻ്റെ അടുത്ത് വരുന്ന പ്രിൻ്റാണത്. അത് നമുക്ക് വരുന്നത് അടിയിലാണ് വരുന്നത്, കാലിൻ്റെ ബോട്ടത്തിൻ്റെ അവിടെയാണ് വരുന്നത്. പക്ഷെ അത് ഇങ്ങനെ മടക്കുമ്പോൾ നമുക്കത് കിട്ടൂല. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഇനി വീതിയിലൊന്ന് മടക്കിയെടുക്കണം. വീതിയിൽ 4 പീസാക്കി മടക്കണം കേട്ടോ. ഇങ്ങനെ നീളത്തിൽ മടക്കിയാൽ നമുക്ക് പ്രിൻറ്റ് വരുന്നത് നടുവിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ മടക്കണം കേട്ടോ. ഇതുപോലെ മടക്കി കൊടുക്കുക, വീതിയിലൊന്ന് മടക്കി കൊടുക്കുക. വീതിയിൽ മടക്കിയിട്ട് ഇങ്ങനെ 2 ഇതും കൂടി യോജിപ്പിക്കുക. അത് ഇതായിപ്പോയി. അപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ മടക്കട്ടോ. ഇങ്ങനെ പിടിച്ചിട്ട് 2 സൈഡും കൂടി സെൻറ്റർ ഇങ്ങോട്ട് ആക്കി കൊടുക്കുക. അതാ ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ ചെയ്തിട്ട് ഒരു പീസും ഒന്നും കൂടി അങ്ങോട്ട് മടക്കി കൊടുക്കുക. കണ്ടില്ലേ, ഇങ്ങനെ മടക്കി കൊടുക്കുക. അങ്ങനെ പ്രിൻ്റൊക്കെ അങ്ങനെ വരുമ്പോൾ അങ്ങനെ ചെയ്യുക. നമുക്ക് നീളം കിട്ടുമ്പോഴൊക്കെ കിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യട്ടെ. നമുക്ക് എങ്ങനെയാണോ നീളം കിട്ടണം അതിനനുസരിച്ച് നമുക്ക് പാൻറ്റ് വെട്ടാൻ്റെ ഇതാക്കി കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നല്ലോണം ഇതാക്കി കൊടുക്കണം കേട്ടോ. എല്ലാം യോജിപ്പിച്ച് കൊടുക്കണം, എന്നിട്ട് മാത്രമേ നമ്മൾ വെട്ടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു പീസ് വലുതും ഒരു പീസ് ചെറുതൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ട് ആ പ്രിൻ്റ് വരുന്ന ഭാഗം നമുക്ക് ബോട്ടത്തിന് അടിയിക്കായി കിട്ടണം. അപ്പോൾ ഞാൻ 15 ക്രോച്ച് ലെങ്ത്ത് എടുക്കൽ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലെങ്ത്ത് എത്ര, 42 44 വേണം എനിക്ക് ലെങ്ത്ത് കേട്ടോ, പാൻറ്റിൻ്റെ ലെങ്ത്ത്. അപ്പോൾ നമ്മൾ ക്ലിയർ ആക്കി വെക്കുകയാണ്. അപ്പോൾ നമുക്കിതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പ്രിൻ്റ് നമുക്ക് 4 ഭാഗത്തും വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ മടക്കിയത്. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ കിട്ടൂല. അത് സെൻറ്ററിലാണ് വരുന്നത് നീളത്തിൽ മടക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ അരവണ്ണം എടുക്കുന്നത് 41 41/4 = 10 10 വരുന്നത്. അപ്പോൾ 10 എനിക്ക് അലാസ്റ്റിക് ആകുമ്പോൾ 14 വേണ്ടത്. പക്ഷേ ഞാൻ 16 എടുത്തിട്ടുണ്ട്. 4 കോട്ടനാണ്. അപ്പോൾ കോട്ടൺ ആകുമ്പോൾ വേണമെങ്കിൽ ഒന്ന് ഇതായാലെന്ന് വിചാരിച്ചിട്ട് 16 എടുത്തിട്ടുണ്ട്. 16 എടുത്ത് പിന്നെ നമുക്ക് ക്രോച്ച് ലെങ്ത്ത് എടുക്കണം. ക്രോച്ച് ലെങ്ത്ത് പൊതുവെ 15 വലിയവർക്ക് എടുക്കൽ. ഞാൻ 17 എടുക്കേണ്ടത്. കാരണം എനിക്ക് 2 ഇഞ്ച് 2.5 ഇഞ്ചോളം എനിക്ക് അലാസ്റ്റിക് വേണം. കാരണം എൻ്റെ വീതിയിൽ അലാസ്റ്റിക്കാണ്. അപ്പോൾ ഞാൻ 2.5 ഇഞ്ചോളം എനിക്ക് അലാസ്റ്റിക് വേണം. അപ്പം നമുക്ക് 17 എടുത്താലും നമുക്ക് ക്രോച്ച് ലെങ്ത്ത് നമുക്ക് 15 കറക്റ്റാക്കി കിട്ടും. 2 ഇഞ്ചെങ്കിലും നമുക്ക് അലാസ്റ്റിക്കിന് എടുക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ അതാ ഞാൻ ക്രോച്ച് ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. 17 എടുത്തിട്ടുണ്ട്. 17ന് ഞാൻ അവിടെ വരച്ച് കൊടുക്കുക കേട്ടോ. 2 ഇഞ്ചാണ് കേട്ടോ അവിടെ ഞാൻ അടയാളപ്പെടുത്തിയത്. മുകളിൽ 2 ഇഞ്ച് നമുക്ക് അലാസ്റ്റിക്കിന് വേണ്ടിയത്. അപ്പോൾ നമുക്ക് ലെങ്ത്ത് ഇത്ര എടുത്തിട്ടുണ്ട്, 42 എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടത്തിൻ്റെ വിഡ്ത്താണ് വേണ്ടത്. ഞാൻ 10 എടുത്തത്. 10 എടുത്ത് ഒരു തയ്യൽ തുമ്പ് കൊടുത്തിട്ട് 11 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അവിടെ ക്രോച്ച് ലെങ്ത്തിൻ്റെ അവിടെ നമുക്ക് 2 ഇഞ്ചും കൂടി കൊടുക്കണം. നമ്മൾ എത്രയാണോ 17ൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് 2 ഇഞ്ച് കൊടുക്കുക. 2 ഇഞ്ച് കൊടുക്കുമ്പോൾ നമ്മളവിടെ വരച്ച് കൊടുത്തിട്ട് അവിടേക്ക് 2 ഇഞ്ച് നമ്മളിങ്ങനെ ഷേപ്പാക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ആ ബോട്ടത്തിൻ്റെ അവിടേക്ക് അങ്ങോട്ട് വരച്ച് കൊടുത്തിട്ട് അവിടെ നിന്ന് വെട്ടി ഇങ്ങോട്ട് എടുത്താൽ മതി കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് പാൻറ്റ് വെട്ടട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഞാൻ വെട്ടുന്നത്. ഞാൻ കുറച്ച് അപ്പുറത്തൂടെയാണ് വെട്ടുന്നത്. കാരണം വരച്ചത് ഞാൻ കുറച്ച് ഇതിലെ വരച്ചെടുത്തതാണ്. അപ്പം ഞാൻ വെട്ടുന്നത് കുറച്ച് എനിക്ക് അത്ര വീതി വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വെട്ടുകയാണ്. നിങ്ങൾക്ക് നിങ്ങളെ അളവിനനുസരിച്ച് വെട്ടട്ടോ. അപ്പോൾ 2 ഇഞ്ച് എടുത്ത് നമ്മൾ ചെയ്തു. ഇനി നമുക്ക് അരവണ്ണത്തിൻ്റെ അവിടെയും കൂടി ഒന്ന് വെട്ടി കൊടുക്കണം. പിന്നെ ഞാൻ ചുരിദാർ വെട്ടുന്ന വീഡിയോ നാളെ എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇപ്പം ഞാൻ പാൻറ്റ് വെട്ടണം. ഞാൻ പാൻറ്റ് അടിക്കണ വീഡിയോ ഞാൻ ഇൻഷാല്ലാ കൈയാണ് ഇട്ട് തരുന്നത് കേട്ടോ. ഈസി ആയിട്ട് അടിക്കാം. അപ്പോൾ നമ്മളിതാ പാൻറ്റ് വെട്ടിയിട്ടുണ്ട്, റെഡി ആയിട്ട്. നമുക്ക് അലാസ്റ്റിക്കിൻ്റെ ഭാഗമാണ് അത്. അലാസ്റ്റിക് 2 ഇഞ്ച് നമ്മൾ അലാസ്റ്റിക്കിന് പോയി കഴിഞ്ഞാൽ നമുക്ക് 15 ഇഞ്ച് ഇതിന് വരും.